ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന സാവരിയ ബസന്ത് എന്ന പെൺകുട്ടി മതം മാറാത്തതിന്റെ പേരിൽ സഹപാഠി സദറുൽ അനം നടത്തിയ ക്രൂരമായ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ട സംഭവം കേരളത്തിലെ കോൺഗ്രസിനും UDF നേതൃത്വത്തിനും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. വോട്ട് ബാങ്ക് തകരുമെന്ന രാഷ്ട്രീയ ഭയത്തിൽ സ്വന്തം നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തന്ത്രപരമായ ഒളിച്ചുകളി നടത്തുന്നതായാണ് ഉയർന്നുവരുന്ന പ്രധാന ആക്ഷേപം. മതം മാറാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ വിദേശത്ത് വെച്ച് ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചപ്പോൾ എയർപോർട്ടിലേക്ക് ഒരു കോൺഗ്രസ് മന്ത്രി പോലും എത്തിയില്ല. പെൺകുട്ടിയുടെ ജന്മനാടായ ഹരിപ്പാട്ട് MLA കൂടിയായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ വീട്ടിൽ പേരിനൊരു സന്ദർശനം നടത്തി കൈകഴുകി. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ഹരിപ്പാട്ടെ പോലീസ് ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കേണ്ട സംസ്ഥാന സർക്കാർ തികഞ്ഞ ഒളിച്ചുകളിയാണ് നടത്തുന്നത് എന്ന സംശയം ഉണരുന്നത് അപ്പോൾ മുതലാണ്. കാരണം ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് അവിടെയുള്ള പോലീസുമായി സഹകരിക്കാനോ കേസുകളിൽ ഉൾപ്പെടുന്നവരെ വിളിച്ചു വരുത്താനോ ഗൂഢാലോചന അന്വേഷിക്കാനോ കേരള പോലീസിന് എന്ത് അവകാശമാണുള്ളതെന്ന് ഓർക്കണം. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വെറും ഒളിച്ചുകളി മാത്രമാണെന്ന വിമർശനം ഉയരാൻ കാരണം. ഈ അസാധാരണ മൗനത്തിനും ഒളിച്ചുകളിക്കും പിന്നിൽ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ ഹീനമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന ആരോപണവും ശക്തമാണ്. സാവരിയ പഠിച്ചിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ കോളേജ് ഉൾപ്പെടെയുള്ള വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ILM എന്ന ഏജൻസിയുടെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. ഈ കേസിൽ കൃത്യമായി അന്വേഷണം നടന്നാൽ അതിന്റെ വേരുകൾ ചെന്നെത്തുക ലീഗ് നേതൃത്വത്തിലേക്കാണെന്ന ഭയമാണ് ചെന്നിത്തലയെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കേസ് വെറും ക്രൈംബ്രാഞ്ച് നാടകത്തിൽ ഒതുക്കാൻ ചെന്നിത്തല കിണഞ്ഞു ശ്രമിക്കുന്നത്. അതിനേക്കാൾ ഗുരുതരം കുറ്റവാളിയായ സദറുൽ അനത്തിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കൈകളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് കരുക്കൾ നീക്കുന്നു എന്ന സംശയമാണ്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര വിഷയമായതിനാൽ കുറ്റവാളിയെ അവിടെ തന്നെ വിചാരണ ചെയ്താൽ കടുത്ത ദീർഘകാല തടവ് ശിക്ഷ ഉറപ്പാണ്. എന്നാൽ പ്രതിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെ കേരളത്തിലേക്ക് വിട്ടുകിട്ടാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ചെന്നിത്തല പറയുന്നത്. ഇത് പ്രതിയെ ശിക്ഷിക്കാനാണോ അതോ സ്വന്തം സഖ്യകക്ഷികളുടെ താല്പര്യം സംരക്ഷിച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനാണോ എന്ന ചോദ്യവും ശക്തമാണ്. പ്രതിയുടെ കുടുംബം ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരക്കിട്ടു പോയതും സാവരിയുടെ ചെറിയച്ഛൻ അവിടെ എത്തിയപ്പോൾ പ്രാദേശിക സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നു എന്ന് സംശയം പ്രകടിപ്പിച്ചതും ഈ നീക്കങ്ങളുടെ ഭാഗമായാണ് കാണുന്നത്. വിദേശത്തുള്ള മലയാളികളുടെ സംരക്ഷണ ചുമതലയുള്ള നോർക്കയും ഈ വിഷയത്തിൽ പൂർണ്ണമായി മൗനം പാലിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തടവറയിലായ മുഖ്യമന്ത്രി സതീശൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സ്വന്തം നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ കേസ് സംബന്ധിച്ച് ഇതുവരെ ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറാകാതെ തന്ത്രപരമായ മൗനത്തിലാണ്. രാഷ്ട്രീയ ലാഭത്തിനും പ്രീണനത്തിനും വേണ്ടി സ്വന്തം നാട്ടിലെ പെൺകുട്ടിയുടെ ചോര ചവിട്ടി മെതിക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്.